മഹത്വം ദൈവസന്നിധിയിൽ കൊടുത്ത് കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ പറയാമോ ഹല്ലേലൂയ. ശക്തിയോടൊന്നുകൂടെ പറയാമോ ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവവചന ചിന്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സാക്ഷ്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കാം. കർത്താവിൽ ശരണപ്പെടുന്നു. 87-ാം സങ്കീർത്തനമാണ് ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിച്ചു കേൾക്കപ്പെട്ടത്. 87-ാം സങ്കീർത്തനം തുറന്നാട്ടെ. 87-ാമത്തെ സങ്കീർത്തനം. 87-ാമത്തെ സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. ആരാണ് കോരഹപുത്രന്മാർ? ആമേൻ. കോരഹപുത്രന്മാരുടെ പിന്നിലെ ചരിത്രം ഇതൊക്കെ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ മാനുഷികമായി അങ്ങനെയൊക്കെ പ്രീ പ്ലാൻ ചെയ്താണ് ഞാൻ വന്നത്. എങ്കിൽ പോലും ആ ഭാഗത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ പ്രധാന ദൂത് പറയാൻ കഴിയില്ല എന്നെൻ്റെ മനസ്സിനകത്തൊരു ആശങ്കയുള്ളത് കൊണ്ട് കോരഹപുത്രന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പിന്നത്തേതിൽ സംസാരിക്കാം. അതൊക്കെ ചരിത്രങ്ങളാണ്. കോരഹപുത്രന്മാർ എത്ര പേരുണ്ട്? ആമേൻ. സ്തോത്രം. അവർ എത്ര സങ്കീർത്തനങ്ങൾ എഴുതി? അതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്കണം. കിട്ടിയില്ലെങ്കിൽ അമ്മേൻ ഇനിയൊരു പ്രാവശ്യം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ പ്രത്യേകതകൾ ആരാധനകൾ മാത്രമല്ല, കണ്ണുനീരുകൾ മാത്രമല്ല, നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ വചനമുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏതൊരു മീറ്റിങ്ങിനകത്ത് പോയാലും മനസ്സുകൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്, വചനം സംസാരിക്കണം, വചനം ഇടപെടണം. വചനത്തിലൂടെയാണ് യേശു അത്ഭുതം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തെ അല്പസമയങ്ങൾ നമുക്കിന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. 87-ാം സങ്കീർത്തനം 7 വാക്യങ്ങളാൽ നിപുണമാണ്. 87-ാം സങ്കീർത്തനം 7 വാക്യങ്ങളാൽ നിപുണമാണ്. സ്തോത്രം. 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരം എന്ന് പറഞ്ഞാണ് 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. എന്നിട്ട് 2-ാം വാക്യം പറയുന്നു അത് സ്ഥാപിച്ച നഗരമാണ്. ആ നഗരത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ 2-ാം വാക്യം സിയോൻ എന്നാണ്. സിയോന്റെ പടിവാതിലുകളെ തന്നെ. അപ്പം ദൈവം സ്ഥാപിച്ചത്, ദൈവത്തിൻ്റെ പർവ്വതമായത്, അതിൻ്റെ പേര് സിയോൻ എന്നാണ്. നിൽക്കട്ടെ. എന്നിട്ട് 2-ാം വാക്യം യാക്കോബിൻ്റെ സകല നിവാസികളെക്കാളും അധികം സ്നേഹിക്കുന്നു. എന്തോത്തിനെ സ്നേഹിക്കുന്നു? സിയോനെ സ്നേഹിക്കുന്നു. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് യാക്കോബിൻ്റെ സകല നിവാസികളെ സ്നേഹിക്കുന്നു. ആരാ യാക്കോബ്? നിങ്ങൾക്കറിയാം യാക്കോബ് പഴയ നിയമത്തിനകത്ത് അബ്രഹാമിൽ നിന്ന് പുറത്തു വന്ന സന്തതി ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്. ഒന്നൊന്നിൻ്റെ കുതികാലെ പിടിച്ച് പുറത്തു വരിക. അകത്ത് ഭയങ്കര യുദ്ധം നടക്കുക. യുദ്ധം ആര് പുറത്തു വരും? അതാ വിഷയം. ആര് പുറത്തു വരും? ഞാനിപ്പോഴും യാക്കോബിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു പദം ഇറങ്ങി പ്രസംഗിക്കാറുണ്ട്. യാക്കോബിന് ജയിക്കാൻ ദൈവം 2 യുദ്ധങ്ങൾ കൊടുത്തു. 2 യുദ്ധങ്ങൾ കൊടുത്തു. എത്ര യുദ്ധങ്ങളാണ് മക്കളെ? 2 യുദ്ധങ്ങൾ. യാക്കോബിന് ജയിക്കാൻ ദൈവം 2 അവസരങ്ങൾ കൊടുത്തു. ആദ്യത്തെ ചാൻസിൽ നീ പരാജയപ്പെട്ട ദൈവം നിനക്കൊരു 2-ാമത്തെ ചാൻസ് തരും. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയാം. ആദ്യത്തെ അവസരത്തിൽ നീ പരാജയപ്പെട്ടവനാണെങ്കിൽ ദൈവം നിനക്ക് 2-ാമതൊരു അവസരം തരും. യാക്കോബിന് ആദ്യം കിട്ടിയ അവസരം എവിടെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച. അമ്മയുടെ ഉദരത്തിൽ വെച്ച് യുദ്ധം ചെയ്ത ആരും നമ്മുടെ കൂട്ടത്തിനകത്തില്ല. ഉണ്ടോ? അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് അവിടെ എന്തുവായിരുന്നു പോലും നമുക്കറിയില്ല. സ്തോത്രം. അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് നമ്മൾ ആരും യുദ്ധം ചെയ്തവരല്ല. പക്ഷേ യാക്കോബ് ആ കാര്യത്തിൽ പേര് കേട്ട ആളാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യാക്കോബ് തൻ്റെ യുദ്ധം ആരംഭിച്ചു. ചേട്ടനോടായിരുന്നു യുദ്ധം. സ്തോത്രം. ചേട്ടനോടാ യുദ്ധം. ആര് പുറത്തു വരും? അതാ വിഷയം. വാഗ്ദത്ത സന്തതി പുറത്തു വരുമോ? ജഡീക സന്തതി പുറത്തു വരുമോ? നമ്മുടെ എല്ലാം പ്രശ്നം ഇതാ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളെല്ലാം പ്രശ്നം ഇതാ. ആദ്യം ഏതാ പുറത്തു വരുന്നത്? വാഗ്ദത്തമാണോ പുറത്തു വരുന്നത്? ജഡീക സന്തതിയാണോ പുറത്തു വരുന്നത്? നമ്മുടെ അകത്ത് 2 സ്വഭാവമുണ്ട്. നമ്മുടെ അകത്ത് 2 ക്യാരക്ടറുണ്ട്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പ്രസംഗിക്കുന്ന എനിക്കുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ട്. ആമേൻ. ഓൺലൈൻ മീറ്റിംഗ് ദൈവകൃപയാൽ അത്യാവശ്യം വൈഡായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആമേൻ. കുറച്ച് സമയം നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന മെസ്സേജുകൾ ഒത്തിരി പേരുടെ ജീവിതത്തിന് അനുഭവമാക്കി. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒന്നിലധികം കോളുകളൊക്കെ വന്നു. ഒത്തിരി സന്തോഷം. കർത്താവ് ഇങ്ങനെയുള്ള സിസ്റ്റമൊക്കെ നമുക്ക് തന്നല്ലോ. ഓർത്തൊരു സ്വത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പോൾ ഓൺലൈൻ കേൾക്കുന്നവരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നോക്കി ഞാൻ പറയാം, നമുക്കെല്ലാം 2 സ്വഭാവമുണ്ട്. എത്ര സ്വഭാവമുണ്ട്? 2 സ്വഭാവമുണ്ട്. സ്തോത്രം. ഒന്ന്, ആത്മീയനെ കാണുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. ജഡീകരെ കാണുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. സ്തോത്രം. ആത്മീയനെ കാണുമ്പോഴുള്ള നമ്മുടെ സ്വഭാവം എന്താ? നമ്മൾ ആത്മീയനെ കാണുമ്പോഴുള്ള സ്വഭാവം സ്ക്രാഫൊക്കെ തലയിലിട്ട് ക്ലീൻ ഷേവൊക്കെ വെച്ചിട്ട്, താടി വെക്കുന്നവരാണെങ്കിൽ നല്ലോണം ട്രിമ്മൊക്കെ ചെയ്തിട്ട്, പറ്റുമെങ്കിൽ വെള്ളയൊക്കെ ഇട്ട്. ആമേൻ. സ്തോത്രം. ആത്മീയനെ കാണുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. പിന്നെ എപ്പം ആത്മീയനെ കണ്ടാലും കൈയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ എന്നോട് വിശേഷ സന്തോഷമായിരിക്കുന്നു. സന്തോഷം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറയുന്ന 1-ാമത്തെ നമ്മുടെ സ്വഭാവം. സ്തോത്രം. അതൊരു മുഖം മൂടിയാണ്. പിന്നെ നമുക്ക് 2-ാമതൊരു സ്വഭാവമുണ്ട്. അത് ജഡീകനെ കാണുമ്പോൾ. അത് നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം, നമ്മുടെ ജോലി സ്ഥലങ്ങൾ, നമ്മൾ പോകുന്ന വഴിയാത്രകൾ, ചന്തയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജഡീക സ്വഭാവം. ചാളയ്ക്ക് എത്രയാണ്? ഇപ്പോൾ ചാളയുടെ റേറ്റ് എനിക്കറിയത്തില്ല. 100 രൂപ. അര കിലോയ്ക്ക് 100 രൂപ. അര കിലോയ്ക്ക് 100 രൂപ. 1.5 കിലോ 100-ന് തരുമോ? പിന്നെ വഴക്കായി, പ്രശ്നമായി. ഒരു ചാളയ്ക്ക് വേണ്ടി പണക്കം ഉണ്ടാക്കുന്ന പെന്തക്കോസുകാരുണ്ട്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അത് ഞങ്ങളുടെ അനുഭവമല്ല പാസ്റ്റേ, അതുകൊണ്ട് ഞങ്ങൾ അതിന് സ്വത്രം പറയൂല. ഒരു ചാളയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്ന പെന്തക്കോസുകാരുണ്ട്. സ്തോത്രം. അവിടാണ് നമ്മുടെ 2-ാമത്തെ സ്വഭാവം വെളിപ്പെട്ട് വരുന്നത്. അപ്പം നമുക്ക് 2 സ്വഭാവമുണ്ട്. ഒന്ന് ആത്മീയ സ്വഭാവം, 2 ജഡീക സ്വഭാവം. അകത്തിരിക്കുന്ന യാക്കോബിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഏത് പുറത്തു വരുന്നുള്ളതാണ്. ഏതാ പുറത്തു വരുന്നത്? ആത്മീയമാണോ പുറത്തു വരുന്നത്? ജഡീകമാണോ പുറത്ത്? ഒന്നൊന്നിൻ്റെ കുതികാലെ കയറി പിടിച്ചു. പുറത്തു വന്നതാരാച്ചാ? പുറത്തു വന്നതാരാ? ആത്മീയനാണോ ജഡീകനാണോ? പുറത്തു വന്നതാരാ?
ചെടീകൻ പുറത്തു വന്നു. പേരെന്നാ? യേശാവ്. സ്തോത്രം. ജഡീകൻ അല്ലെങ്കിൽ വാക്തത്വ സന്തതിയല്ല പുറത്തു വന്നത്, ജഡീക സന്തതി പുറത്തു വന്നു. പേര് യേശാവ് എന്നാണ്. യാക്കോബ് ഒന്നാമത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഒന്നാമത്തെ പോർമണ്ഡലത്തിൽ യാക്കോബ് പരാജയപ്പെട്ടു. എന്നാൽ യാക്കോബെ, ദൈവം നിനക്ക് രണ്ടാമതൊരു യുദ്ധം വെച്ചിട്ടുണ്ട്. അത് നീ ചേട്ടനോട് നടത്തുന്ന യുദ്ധമല്ല, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ ദൂതനോട് നീ നടത്തുന്ന യുദ്ധമാണ്. കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ദൂതനോട് നീ നടത്തുന്ന യുദ്ധമാണ്. അതെവിടാ? അത് യാബോക്കിന്റെ കടവിൽ വെച്ചേട്ടാ. ആമേൻ. ഈ ദൂതനെ കണ്ടു, യാക്കോബ് കയറി പിടിച്ചു. ഒരൊറ്റ പിടിയാ. സ്തോത്രം. നമ്മളങ്ങനെ പിടിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ യാക്കോബ് ഒറ്റ പിടി കയറി പിടിച്ചു. അവസാനം ദൂതൻ മെനക്കെട്ടിട്ട് യാക്കോബിനോട് പറഞ്ഞതേ, സൂര്യൻ ഉദിക്കുന്ന നീ എന്നാ ചിന്ത? ആമേൻ. 10:45 ആകുന്നുണ്ട്, സമയം ഒത്തിരി കഴിഞ്ഞു പോകുന്നു, സമയമാകുന്നുണ്ട്, എന്നെ വിട്. സൂര്യൻ ഉദിക്കുന്നു, ഉഷസ്സാകുന്നു, എന്നെ വിട്, എനിക്ക് മേളിൽ ചെന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടതാ. അപ്പോൾ ഇവിടെ നിൽക്കുന്നൊരു മനുഷ്യൻ ദൂതനെ കയറി പിടിച്ചിട്ട് പറയാ, എന്നെ നിശ്ചയമായും നീ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. അർത്ഥം എന്നാണെന്നറിയാമോ? ഒന്നാമത്തെ യുദ്ധത്തിൽ എനിക്ക് പുറത്തു വരാൻ പറ്റിയില്ല, അകത്ത് ചേട്ടനാ പുറത്തു വന്നത്, എൻ്റെ ചേട്ടനാ പുറത്തു വന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ യുദ്ധത്തിലെങ്കിലും എനിക്കൊന്ന് ജയിക്കണം, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചിരിക്കണം. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവിൽ ദൂത് പറയാം, ആദ്യത്തെ അവസരത്തിൽ നീ പരാജയപ്പെട്ടവനാ, ഞാൻ ഉൾപ്പെടെ. എന്നാൽ ഇന്ന് പകൽ രണ്ടാമത്തെ ഒരു അവസരം ദൈവം നമുക്ക് തരുന്നുണ്ട്. അത് നിന്റെ ദൈവത്തിൻ്റെ സന്നിധി നീ നടത്തുന്ന മൽപ്പിടുത്തമാണ്. അത് അതിൻ്റെ പ്രാർത്ഥനയിൽ നീ നടത്തുന്ന മൽപ്പിടുത്തമാ. നീ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ച്, ഞാൻ പറയാം, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ഒന്നും എടുക്കേണ്ട, പാദപിടത്തിങ്ക് വീണ് കിടക്ക്, കർത്താവിൻ്റെ സന്നിധി അങ്ങ് നെടുമ്പാട് വീണ് കിടക്ക്. ദൈവസന്നിധി ആലമുറയിട്ടുകാരാ, എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് വാശി പിടിച്ച് ദൈവത്തോട് പറ. എനിക്കറിയില്ല ഞാൻ ഈ പദങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്ന്. അങ്ങനെ പറയുന്ന ഒരു പാസ്റ്റർ അല്ല ഞാൻ. സ്തോത്രം. കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് പകൽ ചിലരെ നോക്കി നിയോഗത്തിൽ ദൈവാത്മാവിൽ ഞാൻ പറയാം, നീ ഒത്തിരി പ്രാർത്ഥിച്ചു, നീ ഒത്തിരി കഴിഞ്ഞു, ഒന്നും നടന്നില്ല. ഇന്ന് വീട്ടിൽ പോയിട്ട് മൽപ്പിടുത്തം നടത്തി ദൈവസന്നിധിയെ കുത്തിയിരുന്നിട്ട് പറ, എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഈ പാവിട്ട് എഴുന്നേൽക്കുകയല്ല എന്നൊക്കെ പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. ഞാൻ ആവർത്തിച്ച ആ വാക്കൊക്കെ പറയാം. ഈ പ്രാർത്ഥനാ പാവിട്ട് ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എഴുന്നേൽക്കുകയല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്ക്. ഒരു അത്ഭുത ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്നും ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇങ്ങനെ നടത്തിയ യാക്കോബിനെ പോലും ദൈവം അധികം സ്നേഹിക്കുന്നില്ല. പിന്നെ എന്തോത്തിനെ ദൈവം സ്നേഹിക്കുന്നേ? സിയോനെ ദൈവം സ്നേഹിക്കുന്നു. മൂന്നാമത്തെ വാക്യം, ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട വാക്യം. അവിടെ നമ്മുടെ ദൂതുകൾ ആരംഭിക്കാൻ പോകുക. സത്യത്തിൽ നമ്മുടെ ദൂതിന്റെ വാക്യം 7-ാമത്തെ വാക്യമാണ്. 7-ാമത്തെ വാക്യം, അതിലേക്ക് നമ്മൾ വരും. പക്ഷേ ഈ 3-ാമത്തെ വാക്യം പറയാതെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാൻ കഴിയില്ല. സ്തോത്രം. ഇത് സത്യത്തിൽ ഇതൊരു വെളിപ്പാടുകളാൽ നിപുണമാകട്ടോ. 87-ാം സങ്കീർത്തനം, നിങ്ങൾ സങ്കീർത്തനം വായിക്കുന്ന ലാഘവത്തോടെ ഇരിക്കരുത്. ഇതൊരു വെളിപ്പാടിന്റെ നിപുണമാണ് 87-ാം സങ്കീർത്തനം. അല്ലെങ്കിൽ ഈ വാക്യത്തിന്റെ പുറകെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അധികമായിട്ട് ഞാൻ അന്വേഷിക്കും പലതുമൊക്കെ വരികയാണ്. സ്തോത്രം. 3-ാമത്തെ വാക്യം, ദൈവത്തിന്റെ നഗരമേ. ചേർന്നൊന്ന് വായിച്ചേ. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ആരോട് ചെയ്തു? ഏത് നഗരത്തെക്കുറിച്ച് ദൈവം മഹത്വമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? സിയോൻ നഗരത്തെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സിയോൻ ഒരു മഹത്വം ഉണ്ട്. എന്നാ ഉണ്ട്? മഹത്വമുണ്ട്. സ്തോത്രം. സിയോനെ ദൈവം ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, സിയോനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സിയോൻ ഇങ്ങനെ മഹത്വമുള്ള നഗരമൊന്നും അല്ലായിരുന്നു. സിയോൻ ഇങ്ങനെ നല്ല നഗരമൊന്നും അല്ലായിരുന്നു. സ്തോത്രം. ഈ സിയോൻ എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത് സത്യത്തിൽ പുതിയ നിയമം നിത്യതയുടെ തെളിവാണ്. നിത്യതയുടെ തെളിവാണ്. നിങ്ങൾക്ക് ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സ്തോത്രം. സ്വർഗത്തിൻ്റെ തെളിവാണ് സിയോൻ എന്ന് പറയും. പഴയ നിയമത്തിലെല്ലാം ഓരോന്നിൻ്റെ പൊരുളുകളാണ്. പഴയ നിയമത്തിലെല്ലാം മിഡലുകളാണ്, പുതിയ നിയമത്തിലെല്ലാം പൊരുളുകളാണ്. സിയോൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന നമ്മുടെ നിത്യതയുടെ, യെരുശലേം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നമ്മുടെ സ്തോത്രം, അതെ, പുതിയ യെരുശലേമിൻ്റെ ഒക്കെ തെളിവാണ്. സിയോൻ തന്നെയാണ് യെരുശലേം. ഞാൻ ആ ഭാഗത്തെ തെളിയിച്ചു കൊള്ളാം. ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ സിയോൻ, യെരുശലേം എന്നൊക്കെ പറയുന്നത് പുതിയ നിയമം നിത്യതയുടെ തെളിവാണ്. ഇനി വേദപുസ്തകത്തിൽ ഞാനൊരു വാക്യം പറയാം. എന്നെ ശ്രദ്ധിച്ച് എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാട്ടെ. പുതിയ നിയമത്തിൽ ഞാനൊരു വാക്യം പറയാം. വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. ആ നിത്യതയുണ്ടല്ലോ, പുതിയ നിയമത്തിലെ യെരുശലേം, പുതിയ നിയമത്തിലെ യെരുശലേം, അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, ആ യെരുശലേമിലെ ദൈവം നിനക്ക് അവകാശമായി തരും. എന്നാ? സ്തോത്രം. സ്വർഗത്തെ നിനക്ക് അവകാശമായി ജയിക്കുന്നവന് ഞാൻ സ്തോത്രം അവകാശമായി തരും. എന്തോത്തിന് തരും? സ്വർഗത്തെ അവകാശമായിട്ട്. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ട് ഒരാനന്ദവും മനസ്സിൽ കാണുന്നില്ല. സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എൻ്റെ പൊന്നു സഹിച്ചേ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക്, ആരെങ്കിലും ആകട്ടെ, അച്ചു, അനുവോ, സ്നേഹയോ, അല്ലെങ്കിൽ ലാസിയോ, ഫെബിനോ, ജെബിനോ, ആരെങ്കിലും ആകട്ടെ, ജസ്റ്റിനോ, ആരെങ്കിലും ആകട്ടെ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ തലമുറകളിൽ ആരെങ്കിലും ഒരാൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവർക്ക് USA പോകാൻ ഒരു വഴി കിട്ടിയെന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക. USA പോകാൻ ഒരു വഴി, ഞാനത് പറയുമ്പോൾ തന്നെ അതൊരു ദൂതായിട്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. സ്തോത്രം. അമേരിക്കയ്ക്ക് പോകാൻ നിങ്ങൾക്കൊരു വഴി. എല്ലാവരെയും മുഖത്തൊരു സന്തോഷം പോലെ, ഞങ്ങളിങ്ങനെ മേലിലേക്ക് കിടന്നോളാം. പക്ഷേ അമേരിക്ക ആർക്ക് പോകണം? സ്തോത്രം.
പക്ഷേ ചിലരെ കണ്ട ചിലരുടെ മുഖത്തിൻ്റെ ഭാവപ്രകടനങ്ങളൊക്കെ മാറ്റി അവരുടെ മുഖത്തൊരു സന്തോഷമാണെന്നോ ചിരിയൊക്കെ ഞാൻ കാണുക. അപ്പോൾ അവർ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുക. കൂട്ടത്തിനകത്ത് നമ്മുടെ കൂട്ടത്തിനകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന് അമേരിക്കയ്ക്ക് പോകാൻ ഒരു വഴി തുറന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ ആ പാസ്പോർട്ടോടെ എൻ്റെ അടുക്ക് വന്നു. സത്യത്തിൽ ഞാനിത് ഭാവനയായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് എന്നാ സന്തോഷമാവുന്നേ. അപ്പോൾ ദൈവം നിങ്ങളെ അയച്ചായിരുന്നെങ്കിലോ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, നമുക്ക് എന്നാ സന്തോഷമാണ്. എൻ്റെ റോയ് പാസ്റ്ററെ, ഈ അമേരിക്കയ്ക്കുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിസ ഇവരെൻ്റെ കൈ കൊണ്ടു തരുന്നത് അമേരിക്ക അവകാശം കിട്ടാനൊന്നുമല്ല. ആണോ? അവിടെ കുറച്ച് നാൾ പോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു കൊച്ചു വീടും വാടക എടുത്ത് അവിടെ പോയി എല്ലുമുറിയ പണിയെടുക്കാനല്ലേ പോകുന്നത്? അല്ലേ? അതോ അവിടുത്തെ പ്രധാനമന്ത്രി വിളിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത്? അല്ല. അത് അവകാശം തരാനാണോ? അല്ല. ഒരമേരിക്ക പോയി കുറച്ച് നാൾ താമസിക്കാൻ, എല്ലുമുറിയ പണിയെടുത്ത് ആ നാട്ടിൽ ജീവിക്കാൻ ഒരു വിസ നിങ്ങളുടെ കൈ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഇത്ര ആനന്ദം വന്നെങ്കിൽ അമേരിക്കയേക്കാൾ UK-ക്കാൾ സ്വർഗം, അവിടെ ഒരു കൊച്ചു വീട് തന്ന് നിന്നെ ഏതെങ്കിലും മൂല പാർപ്പിക്കാന്നല്ല, സ്വർഗം നിനക്ക് അവകാശമായി തരാമെന്ന് പറയുമ്പോൾ ഈ ഇരിപ്പ് ഇരുന്നാൽ പോരാ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം. അമേരിക്ക പോകുന്ന ഒരാൾക്ക് അമേരിക്ക അവകാശമായിട്ടൊന്നും കിട്ടുകയില്ല. പക്ഷേ സ്വർഗത്ത് പോകുന്ന ഒരാൾക്ക് സ്വർഗത്തിൻ്റെ കോർണർ അവകാശമായിട്ട് തരാം. ഒരു മൂല തരാടാ, അവിടെ കുടിഞ്ഞൊരു കസരയുണ്ട്, അവിടെ പോയിരിക്കാന്നല്ല. സ്വർഗം, ആ വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്യം അങ്ങനെ എഴുതി വെച്ചിരിക്കുക. സ്വർഗം നിനക്ക് അവകാശമായി തരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അപ്പോൾ സ്വർഗം എനിക്ക് അവകാശമായി കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ഇരിപ്പ് ഇരുന്നാൽ പോരാ. വിശ്വസിക്കുന്ന ദൈവങ്ങൾ ആനന്ദിച്ചിട്ട് പറയണം, ഇന്ന് എൻ്റെ വീട് ചെറിയ വീടാ പാസ്റ്റേ, ഇന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വലിയ വഴിയും റോഡും ഒന്നും ഇല്ല പാസ്റ്റേ, ഇന്ന് എൻ്റെ വീട്ടിനകത്ത് ഒരു കൊച്ചു വണ്ടി പോലും കയറുകയല്ല പാസ്റ്റേ, പക്ഷേ എനിക്ക് കിട്ടാൻ പോകുന്ന നാടുണ്ടല്ലോ, അത് പുതിയ യെരൂശലേം, സിയോൻ നഗരം, ദൈവം സ്നേഹിക്കുന്ന നഗരത്തെ, യാക്കോബിനെ പോലും സ്നേഹിക്കാത്തവൻ സ്നേഹിച്ച നഗരത്തെ നിനക്ക് തരാൻ പോകുന്നെന്ന് പറയുമ്പോൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, അതെനിക്ക് തരുന്ന ദൈവത്തിനായി സ്തോത്രം. കണ്ടോ, വാക്യ സങ്കീർത്തനക്കാരെ എന്തോ ഓർഡറിലാണ് എഴുതി വെച്ചേ. ഇത്രയും മൽപ്പിടുത്തം നടത്തി യുദ്ധം ചെയ്ത് ദൂതനോട് പോലും മൽപ്പിടുത്തം നടത്തി യാക്കോബിനെ പോലും സ്നേഹിക്കാത്തവൻ സ്വർഗത്തെ നഗരത്തെ അല്ലെങ്കിൽ സിയോൻ നഗരത്തെ സ്നേഹിച്ചവൻ, ആ സ്നേഹിച്ച നഗരത്തെ നിനക്ക് തരാന്ന് പറയുമ്പോൾ ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, അപ്പാ നീ എനിക്ക് തരാൻ പോകുന്നത് ആർക്കും കിട്ടാത്ത വേസ്റ്റ് ബക്കറ്റിൽ കിടക്കുന്ന ഏതൊരു സാധനമല്ല. നീ എനിക്ക് തരാൻ പോകുന്നത് സ്വർഗ നഗരമാകിയാൽ ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ചോർന്ന് കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ ആനന്ദത്തോടെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അമേ, വേസ്റ്റ് ബക്കറ്റ് കിടക്കുന്ന ഏതാണ്ട് നിനക്ക് തരാമെന്നല്ല, കിട്ടുന്ന വാക്കെല്ലാം കിട്ടുന്നുണ്ടോ? വേസ്റ്റിൽ കിടക്കുന്ന ആർക്കും കിട്ടാത്തൊരു മൊട്ടക്കുന്ന് നിനക്ക് തരാമെന്നല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞേ, ആരും കയറിപ്പോകാത്ത, വണ്ടി പോലും കയറിപ്പോകാത്ത ഒരു മൊട്ടക്കുന്ന് നിനക്ക് തരാം എന്നൊന്നുമല്ല ദൈവം പറഞ്ഞേ. ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന, ആ വാക്ക് ഞാനൊന്നുകൂടെ പറയട്ടെ, ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന, യാക്കോബിനെ പോലും സ്നേഹിക്കാത്തവൻ ദൈവം സ്നേഹിച്ച സിയോൻ നഗരത്തെ നിനക്ക് തരാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഇന്ന് പകലത്തെ മീറ്റിംഗ് എല്ലാ ഭാരം മാറണം കേട്ടോ. ദൈവത്തോട് പറയണം, അപ്പാ നിനക്ക് ഇത്രയും പ്രിയപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു സംഗതി നിങ്ങൾക്ക് തരാൻ പോകുന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ സന്തോഷമാണ്. സ്തോത്രം. ഒരു പക്ഷേ എൻ്റെ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വണ്ടിയാണ്, ആ വണ്ടി അടുത്ത ആഴ്ച ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് തരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നാ സന്തോഷമായിരിക്കും? അല്ല പാസ്റ്റർ, ഞങ്ങൾക്കൊരു സന്തോഷമില്ല. ലോൺ ബാക്കി പാസ്റ്റർ അടയ്ക്കുമോ ഞങ്ങൾ അടയ്ക്കണോ? ഞാൻ അടച്ചു തന്നോളാം, ഒരു സ്തോത്രം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്നാ സന്തോഷമായിരിക്കും? സ്തോത്രം. ഇപ്പം ഞാനൊരു കൊച്ചു വണ്ടി നിങ്ങൾക്ക് തരാം, ഞാൻ സ്നേഹിക്കുന്നൊരു സംഗതി നിങ്ങൾക്ക് തരുമെന്ന് പറയുമ്പോൾ, അല്ലെ നിങ്ങൾക്ക് സ്നേഹമുള്ളൊരു സംഗതി എനിക്ക് തരുമെന്ന് പറയും, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടല്ലേ നിങ്ങളതിനെ സ്നേഹിച്ചേ. ആ സ്നേഹിച്ചതിനെ എനിക്ക് തരുമെന്ന് പറയുമ്പോൾ എനിക്കൊരു ആനന്ദം വരത്തില്ലേ? വേസ്റ്റ് കിടക്കുന്ന തരുമെന്ന് പറയുമ്പോൾ ആനന്ദമൊന്നും വരികയില്ല. പക്ഷെ സ്നേഹിച്ചത് തരാമെന്ന് പറയുമ്പോൾ ഒരു ആനന്ദ. ഇവിടെ ദൈവം പറയുക, ഞാൻ സർവശക്തനായ ദൈവം ഞാൻ സ്നേഹിച്ചതിനെ നിനക്ക് അവകാശമായി തരാം. ചോർന്നൊരു ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ മാസം ഒരു യാത്ര പോകാൻ സ്തോത്രം, അത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനകത്ത് നിന്നപ്പോൾ ഞാനൊരു കാഴ്ച കാണുക. എനിക്കൊന്നത് ഞാൻ വീട്ടുകാരടുത്ത് പോയി പറഞ്ഞു. ഇന്നലെ ഞാൻ ലിജുവിനോട് അത് കാര്യം പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ മീറ്റിങ്ങിന് പോയപ്പോൾ ലിജുവിനോട് ഞാനത് പറഞ്ഞു. സത്യം ഞാനത് അവനോട് പറയുമ്പോൾ അവന് പെട്ടെന്ന് അവൻ്റെ മനസ്സ് ഭാരപ്പെട്ടതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളോടും പറയണം. സ്തോത്രം. ഞാൻ കൊല്ലത്ത് പോകുമ്പോൾ സമയത്ത് സ്തോത്രം, എനിക്ക് അന്നത്തെ രാത്രി ട്രെയിനകത്ത് കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നു. അപ്പം ട്രെയിനിൽ നിന്ന് എപ്പോഴും ഫുഡ് കഴിക്കേണ്ടെന്നുള്ളൊരു ചിന്തയിൽ അന്ന് കഴിക്കാനുള്ള ഫുഡ് എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ ട്രെയിൻ ഇച്ചിരി വൈകിയതുകൊണ്ട് ഞാൻ ആ സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ അത് കഴിച്ചു. സ്തോത്രം. ചപ്പാത്തി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റേഷനിൽ നിന്ന് തന്നെ 3 കണ്ട് 4 കണ്ടായിരുന്നു. അപ്പോൾ 2 കഴിച്ചപ്പോൾ എനിക്ക് വയറ് വല്ലാതെ നിറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനി കഴിച്ചാൽ എന്തോ ഒരു പ്രയാസമുള്ള എനിക്ക് തോന്നിയിട്ട്, ട്രെയിൻ യാത്രയൊക്കെ അല്ലേ, വെറുതെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ ബാക്കി അര ചപ്പാത്തി ഞാനത് വേസ്റ്റായിട്ട് അങ്ങ് മാറ്റി. അത്രയും എനിക്ക് കഴിക്കാനുള്ള പറ്റുന്നുള്ളൂ. അര ചപ്പാത്തി ഞാൻ വേസ്റ്റായിട്ട് മാറ്റിയിട്ട് അത് ഞാൻ ചുരുട്ടിയിട്ട്, ചെയ്യുന്നത് നല്ല കാര്യമല്ല എനിക്കറിയാം, ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, പക്ഷെ അത് യാത്ര
യാത്ര ചെയ്യുന്നത് കൊണ്ടും ചിലപ്പോൾ അത് കഴിച്ചാൽ ഓവറാകുമെന്നൊരു ചിന്ത എനിക്കുള്ളത് കൊണ്ടും അര ചപ്പാത്തി വേസ്റ്റ് ആക്കിയിട്ട് ഞാനതിങ്ങനെ വേസ്റ്റ് ബക്കറ്റിനകത്ത് ചുരുട്ടിയിട്ട് കൈയൊക്കെ കഴിയുമ്പോൾ വളരെ മാന്യനായിട്ട് ഞാൻ അവിടെ വന്നിരിക്കുക. ആമേൻ. ഒരു 6-7 മിനിറ്റ് കാണും. സ്തോത്രം. ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി വല്ലാത്ത പ്രാകൃത രൂപമുള്ളൊരു മനുഷ്യൻ എൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലം അതിൻ്റെ സൈഡിലാണ് പൈപ്പിൻ്റെ സൈഡിലാണ് വേസ്റ്റ് ബക്കറ്റ് കിടക്കുന്നത്. അദ്ദേഹം അവിടെ ചെന്നു വേസ്റ്റ് ബക്കറ്റ് മൊത്തം പരതാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ പരതുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ആശങ്കയോടാണ് പരതുന്നത്. നമുക്ക് നന്നായിട്ട് ഫീൽ ആകും കേട്ടോ. നിങ്ങളൊരു പക്ഷേ അങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഈ റോഡ് സൈഡിലൊക്കെ നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇങ്ങനെ വലിയ സങ്കടത്തോടെ വലിയ നിരാശയോടെ എന്തോ ഇങ്ങനെ ആശങ്കയോടെ അദ്ദേഹം പരതുന്നത്. ഇങ്ങനെ പരതി കിട്ടിയപ്പോൾ അദ്ദേഹം ഒരെണ്ണം എടുത്തു, അതിനകത്തൊന്നുമില്ല. അടുത്ത പൊതി എടുത്തു, അതിനകത്തൊന്നുമില്ല. അടുത്ത എൻ്റെ പുതിയ സ്വതന്ത്രം. എനിക്കത് കാണുമ്പോൾ മനസ്സിലാകും വരുന്നത് അതിനകത്ത് അര ചപ്പാത്തി ബാക്കിയുണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിനകത്ത് ഒരു ഭയങ്കര ആനന്ദവും ഒരു സന്തോഷവും. അയ്യോ, അത് അദ്ദേഹം എടുത്ത് എന്നാണെന്നറിയാമോ, അത് സൈഡിലോട്ട് അദ്ദേഹം വെച്ചു. എന്നിട്ട് അടുത്തതും പരതാൻ തുടങ്ങി. അപ്പോൾ ബാക്കി ആരോ കഴിച്ച അര ദോശ എങ്ങാണ്ട് ഇച്ചിരി അതിൻ്റെ ചമ്മന്തിയുടെ ഇച്ചിരി ബാക്കി എങ്ങാണ്ട് അതിൻ്റെ ഉള്ളിക്കറിയുടെ ഇച്ചിരി ബാക്കി ആരൊക്കെയോ കഴിച്ചത്. ഇങ്ങനെ അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ അദ്ദേഹം എടുത്തിട്ട് എൻ്റെ ആ പൊതിക്കകത്തേക്ക് അദ്ദേഹം ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ കഴിക്കുക. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. സ്തോത്രം. ഒത്തിരി സങ്കടം തോന്നിയപ്പോൾ ഞാൻ പേഴ്സിനകത്തുനിന്ന് ഒരു ചെറിയ നന്മ അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ ഇതെടുത്തു. ഇത് ഇങ്ങനെ എന്നെ നോട്ടി നോക്കുന്നു, എന്നെ നോക്കുന്നു, ആ പൈസ നോക്കുന്നു, എന്നെ നോക്കുന്നു. കുറച്ച് നേരം എന്നെ നോക്കിയിട്ട് കൈ എൻ്റെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് പിന്നെ അദ്ദേഹം ആ വേസ്റ്റിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു പക്ഷേ പണം എന്തുവാന്നോ പൈസ എന്തുവാന്നോ പോലും അറിയാൻ കഴിയാത്ത മാനസിക മണ്ഡലം കെട്ടപ്പെട്ട ഒരാളായിരിക്കും. പക്ഷേ ഞാൻ പറയാൻ വന്നത് ആ വേസ്റ്റിനകത്തുനിന്ന് ഇനി അദ്ദേഹം അടുത്ത് ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു പക്ഷേ നമ്മുടെ പിള്ളേർ പലരും ചെയ്യാത്ത കാര്യമാണ്. സ്തോത്രം. അദ്ദേഹം ഈ കഴിച്ച എൻ്റെ പൊതിയുണ്ട്, എൻ്റെ പൊതിക്കകത്തിട്ട് ഇതെല്ലാം കഴിച്ചത്. എന്നിട്ട് അവസാനം എനിക്ക് അമ്മ പൊതിഞ്ഞ ഇലയുണ്ട്. സ്തോത്രം. ആ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഇല എടുത്ത് അദ്ദേഹം പൈപ്പിൻ്റെ ഇടയ്ക്ക് കൊണ്ടുചെന്ന് ആ എല്ലാം വൃത്തിയായിട്ട് ആ ഇലയെല്ലാം അദ്ദേഹം കഴുകി. നമ്മൾ കഴിച്ച പാത്രം കഴുകി വെക്കത്തില്ലേ? കഴുകി വെക്കാത്തവരുണ്ട്, കഴുകി വെക്കുന്നവരുണ്ട്. എല്ലാവർക്കായി സ്തോത്രം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. കഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മമ്മി കഴുകിക്കുമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ബൈബിൾ കോളേജ് പഠിച്ചപ്പോൾ മുതൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, കഴിക്കുന്ന പാത്രം കഴുകി വെക്കണം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങളൊന്നിനും സ്വത്രം പറയുന്നില്ല. ചേർന്നൊരു സ്വത്രം പറഞ്ഞാട്ടെ. മനസ്സിനകത്ത് ഭയങ്കര കുത്തല് പാസ്റ്റേ. സ്തോത്രം. വീട്ടിൽ ക്യാമറ പാസ്റ്റ് വെച്ചിട്ടുണ്ടോ? ക്യാമറയൊന്നും വെച്ചിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകുന്നതൊക്കെ ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. പക്ഷേ ഇദ്ദേഹത്തിന് പാത്രമില്ല അച്ഛ കഴിക്കാൻ, എൻ്റെ ഇലയാ. അതുകൊണ്ട് പാത്രം നമ്മൾ കഴുകി വെക്കുന്ന സന്തോഷത്തോടെ ഇദ്ദേഹം ഈ ഇലയുണ്ടല്ലോ അത് പൈപ്പിൻ്റെ മൂട്ടിച്ചൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ പോലും അങ്ങനെ ഒരു ഇലപ്പൊതി മടക്കത്തില്ല. നന്നായിട്ട് അദ്ദേഹം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് അദ്ദേഹം ഇങ്ങനെ മടക്കി അത് വേസ്റ്റ് ബക്കറ്റ് വീണ്ടും കൊണ്ടിട്ട് ഒരു സ്വത്രം പറഞ്ഞാൽ ഒരു വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എത്ര വന്നണക്കല്ല അദ്ദേഹം തിരിച്ചു പോയത്. വന്നപ്പോൾ ഇച്ചിരി മുഖമൊക്കെ ഡള്ളായിട്ടാണ് വന്നത്. പക്ഷേ വേസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയപ്പോൾ എന്തോ ബലം കിട്ടിയവനായിട്ട് സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു പോയി. ഞാൻ പറയാം, അദ്ദേഹം മാനസരോഗി. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ അറിയുള്ളൂ, അല്ലെ പൈസ കൊടുത്താൽ മേടിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. വേസ്റ്റ് ബക്കറ്റ് ചെയ്തൊരു സാധനം കിട്ടിയപ്പോൾ ലോകൈക മനുഷ്യനിലെ മാനസിക മണ്ഡലം ബന്ധിക്കപ്പെട്ട ഒരാൾക്ക് ഇത്രയും സന്തോഷം വന്നെങ്കിൽ ബുദ്ധിയുള്ള നിന്നോട് ദൈവം പറയുന്നു, വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് ദൈവം തരാമെന്നല്ല, ദൈവം സ്നേഹിച്ച സിയോൻ നഗരത്തെ അവൻ നിനക്ക് തരാം. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? ദൈവം സ്നേഹിച്ച സിയോൻ നഗരത്തെ ദൈവം നിനക്ക് എന്ത് ചെയ്യാൻ പോവുക? തരാൻ പോവുക. ഇനി 4-ാമത്തെ വാക്യം വായിച്ചേ. 4-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും അതൊക്കെ ചരിത്രം നമുക്കൊരു സമയത്ത് എടുക്കാം കേട്ടോ. സോർ, കൂഷ്, ബാബേൽ, ഫെലിസ്ത്യർ, രഹബ് എന്നൊക്കെ പറയുന്നത് ഈ ചെങ്കടൽ തുറക്കപ്പെടാതിരിക്കാൻ വേണ്ടി വ്യാപരിച്ചൊരു പൈശാചിക ആത്മാവ്. അങ്ങനെ ഒരു വിഷയമുണ്ട്, അത് നമുക്ക് പിന്നത്തേതി തുടങ്ങാം. രഹബിനെ നീ വെട്ടി. ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ കൂട്ടത്തിനകത്ത് രഹബിനെ നീ വെട്ടി വായിച്ചിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. ആ രഹബ് എന്ന് പറയുന്നത് മോശയും ഇസ്രായേൽ മക്കളും ചെങ്കടലിൽ യാത്ര ചെയ്ത് വരിക, ചെങ്കടലിൻ്റെ നടുവിലേക്ക് വരിക. ഈ ചെങ്കടൽ റോയ് പാസെ തുറക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചെങ്കടലിനകത്തൊരു സർപ്പശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ആ വാക്യം കിടക്കുന്നത്. ഒരു സർപ്പശക്തി വ്യാപരിക്കപ്പെടുന്ന സർപ്പശക്തിയുടെ പേര് പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ പേര് രഹബ് എന്നാണ്. ആ രഹബ്, പാമ്പെന്ന് പറയുന്ന ശക്തിയുടെ പേര് രഹബ് എന്നാണ്. എന്നിട്ട് ബൈബിളിലെ അടുത്ത വാക്യം, നീ രഹബിനെ വെട്ടി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടലിൽ നീ വഴി തുറന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ ചെങ്കടൽ പോലും ഞാൻ അവിടെ നിർത്തിക്കൊണ്ടൊരു ദൂത് പറയാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ ഈ ദൂത് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ദൂത് വിശ്വസിച്ച് ആത്മാവിൽ പറയുകയാണ്. നിന്റെ മുമ്പിൽ ചില വഴികൾ പോലും തുറക്കപ്പെടാതിരിക്കാൻ നീ നോക്കുമ്പോൾ കലങ്ങി മറിയുന്ന ഒരു യോർദാനോ, നീ നോക്കുമ്പോൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു യോർദാനോ, നീ നോക്കുമ്പോൾ ഒരു ചെങ്കടലൊക്കെ നീ കാണുന്നത്. പക്ഷെ ആ ചെങ്കടലിന്റെ നടുവിൽ നീ പോലും അറിയാതെ നിന്റെ വഴി തുറക്കപ്പെടാതിരിക്കാൻ മറഞ്ഞിരിക്കുന്ന ഒരു രഹബിന്റെ ശക്തിയുണ്ട്. എന്നാൽ അതിനെ വെട്ടുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് എനിക്കറിയാം. ഞാൻ ഇന്ന് പകൽ ആ ദൂതൊക്കെ പറഞ്ഞു
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനത്തെ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലേക്ക് ആ വചനത്തെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ആ മേഖലയുടെ കുരുക്കും നിങ്ങൾ യേശുവിൻ്റെ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന തന്നെ ഒരു ചെങ്കടല, നിങ്ങൾ നോക്കുമ്പോൾ ഒരു കലങ്ങി മറിയുന്ന ഇങ്ങനെ വെള്ളങ്ങളുടെ കൂട്ടമുള്ള ഒരു യോർദാനാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ദൈവാത്മാവിൽ ഒരു വെളിപ്പാടി പറയുകയാണ്, ആ ചെങ്കടലൊന്നും അല്ലാമായ പ്രശ്നം. ആ ചെങ്കടലിനകത്ത് നിനക്ക് വഴി തുറക്കാതിരിക്കാൻ ചെങ്കടലിനകത്ത് ആധിപത്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു രഹബം എന്ന് പറയുന്ന പാമ്പിന്റെ ശക്തിയുണ്ട്. അതിൻ്റെ കെട്ട് നീ അഴിക്കാതെ ഈ വിഷയം തുറന്നു വരത്തില്ല. അങ്ങനാണെങ്കിൽ ഇരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് ദൈവത്തോട് പറ, എൻ്റെ വഴി തുറക്കാതെ അകത്തു മറിഞ്ഞിരിക്കുന്ന ചില സർപ്പശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദേശത്തിനകത്തും ഉണ്ട് കേട്ടോ, എല്ലാ സ്ഥലത്തിനകത്തും അതുണ്ട്, എല്ലാ പട്ടണത്തിനകത്തും ആധിപത്യമുണ്ട്. പക്ഷെ ഇന്ന് പകലത്തെ ഞായറാഴ്ച യോഗത്തിനകത്തിരിക്കുമ്പോൾ പ്രസംഗം കേട്ട് തൃപ്തിയോടെ മടക്കി അയക്കാനല്ല ദൈവം നിന്നെ യോഗത്തിനകത്ത് കൊണ്ടുവന്നത്. നിന്റെ വഴികളെ അടച്ചു നിൽക്കുന്ന ചില പാമ്പിന്റെ പൈശാചിക ആത്മാവിന്റെ കുരുക്ക് ഇന്ന് പകൽ അഴിച്ചു മാറ്റി യേശുവിന്റെ നാമത്തിൽ തുറക്ക്. വഴി തുറക്കാൻ വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിനകത്ത് ശമൂവേൽ തന്റെ ശുശ്രൂഷ തുടങ്ങിയ സ്ഥലം ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? വാക്യം വായിച്ചിട്ടുണ്ട്. എൻ്റെ ലീലാൻഡി, ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ ശുശ്രൂഷ തുടങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ദാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനകത്താ. അടുത്ത വാക്യം ബേർഷേബ വരെ തന്റെ ശുശ്രൂഷ നടത്തിയെന്ന്. ഇനി വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് അറിയാം ദാൻ എന്തോന്നറിയാമോ? ദാനിനകത്ത് മറിഞ്ഞിരിക്കുന്ന ഒരു പാമ്പിന്റെ ശക്തി ഉണ്ടച്ച, ഒരു പൈശാചിക ആത്മാവുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്ന വാക്യം പറയാം, ദാൻ വഴിയിൽ പതിയിരിക്കുന്ന ഒരു സർപ്പമത്രേ. അപ്പൊ ദാനിനകത്ത് വ്യാപരിക്കുന്ന ഒരു പാമ്പുണ്ട്. ഈ പാമ്പിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇതെപ്പോഴൊന്നും തലപൊക്കുകയല്ല, ഇതെപ്പോഴൊന്നും തലപൊക്കുകയല്ല. ഇത് തലപൊക്കണമെങ്കിൽ കുതിരപ്പുറത്ത് ഒരു വാക്തത്വ സന്തതി വരണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കണ്ടോ, കേൾക്കുന്നുണ്ടോ? കുതിരപ്പുറത്തൊരു വാക്തത്വ സന്തതി വരണം. ഈ വാക്തത്വ സന്തതി വന്നാൽ ദാനിനകത്ത് പാമ്പ് തലപൊക്കും. എന്നിട്ട് അതിന്റെ കുതിരയുടെ കുതികാലെ കയറി പിടിക്കും. എൻ്റെ പൊന്നു സഹോദരിമാരെ, കുതിര വീഴുന്നതല്ല നമ്മുടെ വിഷയം. കുതിരയുടെ കുതികാലെ കയറി പിടിച്ചാൽ കുതിര വീഴും. പക്ഷെ സഹിച്ച കുതിര വീണാൽ കുതിര പുറത്തുള്ളവൻ വീഴും. അപ്പൊ കുതിരപ്പുറത്തുള്ളവന്റെ യാത്രകളെ തടയുന്ന ഒരു ദാനിന്റെ പാമ്പിന്റെ ശക്തി ദാനിനകത്ത് അടക്കി വരിക്കുമ്പോൾ ഈ ദാനിലൂടെ ആർക്കും പോകാൻ പറ്റത്തില്ല. ഈ ദാനിലൂടെ ആര് പോയാലും വഴി ബ്ലോക്കായി പോകും. അല്ലേ, ഈ കുതികാലെ വെട്ടി സാധനം തള്ളി താഴെയിടും. എന്നാൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹന്നായുടെ ഉദരത്തിനകത്ത് ദൈവം കൊടുത്ത സന്തതി പേര് ശമൂവേൽ എന്ന. ഈ ശമൂവേൽ തന്റെ ശുശ്രൂഷ തുടങ്ങിയ സ്ഥലം അവസാനിച്ചതല്ല, സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ പിച്ച് വെച്ച് ബൈബിൾ എടുത്ത് പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു മെസ്സേജുമായി വന്നതാ എന്ന് പറഞ്ഞ് ശുശ്രൂഷ തുടങ്ങാൻ ആഗ്രഹിച്ച സ്ഥലം ദാനാണെന്ന്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ യാത്രകൾ അവസാനിച്ചു നിൽക്കുന്ന മണ്ണില ദൈവം നിന്റെ തലമുറയുടെ ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് പകൽ അതൊരു ദൈവത്തിന്റെ പ്രവചന ശബ്ദമായി ദൈവാത്മാ പറയാൻ പറയുന്നു. പാമ്പെന്നോ പൈശാചിക ആത്മാവെന്നോ ബന്ധനമെന്നോ മറ്റുള്ളവൻ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് അതിന്റെ കുതികാലെ വെട്ടുന്ന ഒരു അഭിഷേകം നിന്റെ തലമുറയ്ക്കകത്ത് വ്യാപരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ദൈവത്തോട് പറയണം, വഴി ബ്ലോക്കായി നിൽക്കുന്ന ചില യാത്രകൾ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരുന്നതിനായി സ്തോത്രം. ആരോടാ പരിശുദ്ധാത്മാവ് ഈ ദൂത് സംസാരിക്കുന്നത്? വിശ്വസിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറ, എന്റെ യാത്രകളെ ബ്ലോക്കാക്കി നിർന്ന ഞാൻ പോലും അറിയാത്ത ചില പാമ്പിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വെട്ടിപ്രാർത്ഥിക്ക്. അധികാരത്തോടെ ആത്മാവിൽ അതിനെ റിബിക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. ശാപനം വൈഡപരം ഭാരകസുരം ശബാരകസ്തനം ഭേരകസ്യ. നീ നോക്കുമ്പോൾ ഒരു പാമ്പിനെ, നീ നോക്കുമ്പോൾ ഒരു ദാനെ മാത്രമാണ് കാണുന്നത്, നീ നോക്കുമ്പോൾ ഒരു ചെങ്കടൽ മാത്രമാണ് കാണുന്നത്. പക്ഷെ അതിനകത്ത് നീ പോലും മറഞ്ഞു നിൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒരു പാമ്പിന്റെ പൈശാചിക ആത്മാവിന്റെ സ്വാധീനം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, 87-ാമത്തെ സങ്കീർത്തനം ഇങ്ങനെ ഓരോ ആത്മാക്കൾ അല്ലെങ്കിൽ ഓരോ സ്വാധീനത്തെയൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. 4-ാമത്തെ വാക്യം ഇനി താഴേക്ക് വായിച്ചു വരുമ്പോൾ 5-6 വാക്യങ്ങളൊക്കെ ഞാൻ വിട്ടിട്ട് 7-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് പ്രധാന ഭാഗം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 7-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. 7-ാമത്തെ വാക്യം ഒരാൾ ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഉറവകളൊക്കെയും നിന്നിൽ ആകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ. ഇനി ദൂത് ഞാൻ പറയാം, ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോ. എന്താ ഇന്ന് പകരത്തെ പ്രധാന ദൂത്? ഇത്രയും നേരം പറഞ്ഞതല്ലേ ഈ വിഷയത്തിന്റെ ആമുഖമാണ്. ഇന്നത്തെ പ്രധാന ദൂത് സ്തോത്രം, നിന്റെ ഉറവുകൾ ഒക്കെയും എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന്. എൻ്റെ ഉറവുകൾ നിന്നിലാകുന്നു എന്ന് ആവർത്തിച്ച് ആ വാക്യം ഒന്ന് പറ. എൻ്റെ ഉറവുകൾ, ഒന്നുകൂടെ പറ, എൻ്റെ ഉറവുകൾ സ്തോത്രം, എനിക്കുള്ള ഉറവകൾ അത് നിന്നിൽ മറഞ്ഞിരിക്കുക. ഈ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇന്ന് പകൽ എന്നോട് പറയാൻ പറഞ്ഞ വിഷയം, നിനക്കുള്ള ഉറവ ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവൻ ഉറവ തുറക്കുന്നവനുമാ, അവൻ ഉറവയെ അടയ്ക്കുന്നവനുമാണ്. രക്തം ക്ഷയമെടുക്കുന്ന ആ വാക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. എൻ്റെ യേശു ഉറവകളെ തുറക്കുന്നവനുമാ, എൻ്റെ യേശു ഉറവകളെ അടയ്ക്കുന്നവനുമാ. ഈ ആഴ്ച ശത്രു തുറന്ന ചില പൈശാചിക ഉറവകളെ എൻ്റെ ദൈവം അടച്ചു കളഞ്ഞിട്ട്
എൻ്റെ ദൈവം തുറക്കുന്ന ചില ആത്മീയ ഉറവുകളെ ദൈവം നിനക്ക് തുറന്നിട്ട് തരും. വിശ്വസിക്കുന്നെങ്കിൽ ചോർന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സിയോനകത്തൊരു ഉറവ പറഞ്ഞിരിക്കുക. സ്തോത്രം. ആരാച്ചാ സിയോൻ? സിയോൻ ദൈവം സ്നേഹിക്കുന്ന നഗരമാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഒരു അപകടം അല്ലെങ്കിൽ ഏറ്റവും സങ്കടത്തിന്റെ ഒരു വാർത്തയുണ്ട്, ഒരു വാക്കുണ്ട്. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം നോക്കിയേ. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം. സെഖരിയ പ്രവാചകന്റെ പുസ്തകം കഴിയുന്നിടത്തോളം എല്ലാ ദൈവമക്കളും എടുത്താട്ടെ. സെഖരിയ പ്രവാചകന്റെ പുസ്തകം, ആ വാക്യമായി പ്രസംഗത്തിന്റെ കണക്ഷൻ, അതുകൊണ്ട് അത് എടുക്കാതെ പോകരുത്. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം തുറന്നാട്ടെ. അതിന്റെ 2-ാമത്തെ വാക്യം. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. രക്തം ക്ഷയമെടുക്കുന്നു, രക്തത്താൽ ക്ഷയമെടുക്കുന്നു. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാം വാക്യം. എന്റെ അച്ഛാ, നമ്മൾ ഇത്ര നേരം യെരൂശലേമിന്റെ മഹത്വത്തെക്കുറിച്ച് അല്ലെ സിയോന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, സിയോനെ ദൈവം സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, സിയോന്റെ നടുവിലേക്ക് സിയോനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അത് അവകാശം കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ, സിയോന്റെ മഹത്വം കീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, സിയോനെ ദൈവം പർവ്വതത്തിൽ ഉറപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ, മറു സാഹചര്യം ഞാൻ പറയാം. സിയോൻ മറ്റുള്ളവർക്കൊരു ഭാരമായിരുന്ന സമയമുണ്ട്. വലിയ കരിങ്കല്ല് ഇറക്കി വെക്കുന്നത് പോലെ സിയോനെ നീ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നൊരു സമയമുണ്ട്. അടുത്ത വാക്യം, നിന്നെ ചുമക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? മുറിവേൽക്കും. സ്തോത്രം. നീ എന്ന് പറയുന്ന ആൾ ഇപ്പം മഹത്വമുള്ള ആളായിരിക്കാം, പക്ഷെ നിന്നെ ചുമന്നവർ മുറിവേറ്റൊരു സമയമുണ്ട്. നീ അനേകം പേർക്ക് ഭാരമായി തീർന്നൊരു സമയമുണ്ട്. ഇന്ന് പകൽ ഞാൻ സംസാരിക്കുന്നത് സിയോനെ കുറിച്ചാണെങ്കിലും ഈ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കുന്ന ദൈവ കുഞ്ഞ് പറയണം, ഇത് സിയോനെ കുറിച്ചുള്ള ദൂതല്ല പാസ്റ്റേ, ഇത് എന്നെ കുറിച്ചുള്ള ദൂതാ. ഞാൻ അനേകം പേർക്ക് ഭാരമായി തീർന്നൊരു കരിങ്കല്ലായിരുന്നു. അനേകം പേർ എന്നെ ചുമന്നുകൊണ്ട് നടന്നതാ. നിന്റെ ജീവിതം രക്ഷപ്പെടത്തില്ലേ എന്ന് ചോദിച്ചതാ. നീ നന്മ കാണത്തില്ലേ എന്ന് ചോദിച്ചതാ. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തില്ലേ എന്ന് ചോദിച്ചതാ. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ പറയാ, ആമൻ, നീ മുഖാന്തരം അനേകം പേർ മുറിവേറ്റവരാ, അല്ലെ നിന്നെ ചുമന്നവരും മുറിവേറ്റവരാ. പക്ഷെ ഇന്ന് പകൽ നമ്മൾ വായിച്ച 87-ാം സങ്കീർത്തനത്തെ തൊട്ട് ഞാൻ പറയാ, എല്ലാ നാളും നീ മുറിവേറ്റ് കിടക്കുകയല്ല, എല്ലാ നാളും നിന്നെ ചുമക്കുന്നവർക്ക് നീ ഭാരമായി തീരുവല്ല. പിന്നെയോ ദൈവം നിന്റെ മഹത്വത്തെ കീർത്തിക്കുന്ന ഒരു സമയം വരും. വിശ്വസിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കളുണ്ട്? മനസ്സിലാക്കുന്നുണ്ടോ വചനത്തിന്റെ ശക്തി? നീ മുറിവേറ്റ് കിടന്ന ജീവിത സാഹചര്യത്തിലും നിന്നെ കരിങ്കല്ലി ചുമക്കുന്നത് പോലെ, ഞാൻ ഇന്ന് പകൽ ആ വചനം പറയുമ്പോൾ വ്യക്തമായി പറയാ, വീട്ടിൽ ചിലർക്ക് ചിലർ ഭാരമാ. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ചിലർക്ക് ചിലർ ഭാരമാ. നീ സ്തോത്രം, ഈ പ്രായമുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ചോദിക്കണം. ഗുജറാത്തിൽ പോയപ്പോൾ ആമൻ ഒരു ഓർഫനേജ് ഞാൻ വിസിറ്റ് ചെയ്തു. പ്രായമുള്ള അപ്പച്ചന്മാർ അവിടെ കിടക്കുന്നത്, പ്രായമുള്ള അമ്മച്ചിമാരാണ് കിടക്കുന്നത്. എൻ്റെ സങ്കടം തകർത്ത്, എൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞൊരു കാഴ്ചയുണ്ട്. ഗുജറാത്തിൽ പോയപ്പോൾ അവിടുത്തെ സഭകളിൽ ശുശ്രൂഷിച്ചത് എനിക്ക് സന്തോഷമാണ്, പക്ഷേ എനിക്ക് അതിനേക്കാൾ എൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞൊരു സംഭവമുണ്ട്. എന്നെ കൊണ്ടുപോയ ഒരു ഫാമിലി, സ്തോത്രം, അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കൈ കിടപ്പുണ്ട്. പക്ഷേ പബ്ലിക്കിൽ ഇടാൻ അതിനകത്ത് ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഞാനതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. സോഷ്യൽ മീഡിയയിൽ അത് ഇടാൻ കഴിയില്ല. സ്തോത്രം. സ്തോത്രം. ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയ ഫാമിലി വിസിറ്റ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയി. നിങ്ങൾക്കറിയാമോ, ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥലം, ഗുജറാത്തിന്റെ ഒരു പ്രത്യേക സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുക. അത് ഫോറസ്റ്റാ മക്കളെ, കാടാ. ആ കാടിന്റെ ഒരു പ്രത്യേക സ്ഥലം ഗവൺമെന്റ് വെട്ടിത്തെളിച്ചിട്ട് സ്തോത്രം, അതിന്റെ നടുവിൽ HIV ബാധിച്ച കുഞ്ഞുങ്ങളെ, HIV ബാധിച്ച കുഞ്ഞുങ്ങളല്ല, എക്സ്ട്രീംലി സോറി, ഞാൻ ആ പദം പിൻവലിക്കുന്നു. അവർ അപ്പനും അമ്മയ്ക്കും HIV ഉള്ളത് കൊണ്ട് മക്കൾക്ക് HIV ആകുന്ന കാരണത്താൽ അവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം. കുറച്ചധികം കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ആ കുഞ്ഞുങ്ങളെ അടുക്കൽ ഞങ്ങൾ പോയി. ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് എന്നാ സന്തോഷമാണെന്നറിയാമോ? കാരണം അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല. അവരെ പുറം ലോകത്തേക്ക് ഗവൺമെന്റ് വിടത്തില്ല. കുഞ്ഞുങ്ങളല്ല, ഇത്രയും കുഞ്ഞുങ്ങളെയല്ല ഇതുപോലൊരു ഹോളിനകത്ത് താമസിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണെന്നറിയാമോ? ഗവൺമെന്റ് അപ്പുറത്ത് തന്നെ ഒരു കൊച്ചു കൂര പണിതിട്ടുണ്ട്. അവിടെ ഇവരുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ കാലെടുത്ത് വെച്ചാൽ അപ്പുറത്തെ സ്കൂളിലോട്ട് അവർ പോകും. ആ സ്കൂളിൽ നിന്ന് കാലെടുത്ത് വെച്ച് ഇപ്പുറത്തെ ഹോളിലോട്ട് വരും. ഇവിടെ ജീവിതം തീർക്കും. രാവിലെ സൂര്യൻ പൊട്ടി ഉദിച്ചുയരുന്ന സമയം വരെ, രാത്രി അസ്തമിക്കുന്നത് വരെ പരസ്പരം മുഖം കണ്ട് മുഖത്തോട് നോക്കി ജീവിതം തീർക്കുന്ന ഒരു പറ്റം കുഞ്ഞുങ്ങൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതും +1 പഠിക്കുന്നതും +2 പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളല്ല ഒരുമിച്ച് ഒരു റൂമിനകത്ത് താമസിക്കുക. സത്യം പറ, ദൈവത്തിന് നമ്മൾ സ്വോത്രം പറയണ്ടേ? നമ്മുടെ ജീവിതത്തെ ഇത്രയും സ്വാതന്ത്ര്യമാക്കി തന്ന ദൈവത്തിന് ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ജനിച്ച സമയം മുതൽ കതി കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പന് HIV ആയതിന്റെ പേരിൽ, അമ്മയ്ക്ക് HIV അതിന്റെ പേരിൽ പിള്ളാർ കൊണ്ടെന്നുള്ളൊരു ചിന്തയിൽ ജനിപ്പിച്ചപ്പം മുതൽ അതിനകത്ത് താമസിക്കുന്ന അവർ പുറം ലോകം കണ്ടിട്ടില്ല. അച്ഛ ഇത്രയും നാളായിട്ട് അവർ ആ കാടിനകത്ത് കിടക്കുക. ഇന്ന് പകൽ ഇരിക്കുന്ന സ്ഥാനത്തിൽ എന്ന് പറയണം, എനിക്ക് സ്വാതന്ത്ര്യം തന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, നമ്മളൊക്കെ രാജാക്കന്മാരാ പോലെ കഴിയുന്നേ. നമ്മളെ കഷ്ടതയുടെ നിന്റെ പ്രായത്തിനകത്തുള്ള കുഞ്ഞുങ്ങൾ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ ഇന്നും, ഇത് ഗുജറാത്തിന്റെ മാത്രം അനുഭവമാണെങ്കിൽ കേരളത്തിന്റെ 29 സംസ്ഥാനങ്ങൾ, കേരളം ഒഴികെ, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ കേരളം ഒഴികെ മെജോറിറ്റി സംസ്ഥാനത്തിലും വടക്കേ ഇന്ത്യയിലും ഈ സാഹചര്യങ്ങളുണ്ട്. പറ,
എന്നെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം പറ. എന്നെ നടത്തി എൻ്റെ തലമുറകൾക്ക് സ്വാതന്ത്ര്യം എന്ന ദൈവത്തിന് സ്തോത്രം പറ. നീ നിന്റെ സാഹചര്യമായിട്ടാ, പണക്കാരുടെ സാഹചര്യം നിന്റെ സാഹചര്യമായിട്ടാണ് നീ തട്ടി അണക്കുന്നേ. ഞാൻ പറയാം, തിരിച്ച് തട്ടി അണക്കണം. നീ പണക്കാരുടെ സാഹചര്യം നിന്റെ സാഹചര്യമായിട്ടല്ല തട്ടി അണക്കണം. നിന്നെക്കാൾ താഴ്ന്ന തട്ടിലുള്ളവരും നിന്റെ സാഹചര്യമായിട്ട് നീ തട്ടി അണക്കിയിട്ട് പറയണം, എനിക്ക് ദൈവം തന്ന അവസരങ്ങളെല്ലാം നല്ലതാ പാസ്റ്ററേ, എനിക്ക് ദൈവം തന്ന സാഹചര്യങ്ങളെല്ലാം നല്ലതാ പാസ്റ്ററേ. ചേർന്ന് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറയാൻ വന്ന സാഹചര്യം, ആ കുഞ്ഞുങ്ങൾ അവിടെയുള്ള മറ്റുള്ളവർക്ക് അവരൊരു ഭാരമാ. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് ഇറങ്ങി പറയുക ദൈവാത്മാവിൽ, നീ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നൊരു സമയമുണ്ട്. പക്ഷെ നീ എല്ലാ നാളും ഭാരത്തിൽ കിടക്കാൻ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിനെ ദൈവം സമ്മതിക്കത്തില്ല. നീ മറ്റുള്ളവർക്ക് ഒരു സന്തോഷമായി മാറാൻ പോവുക. നിന്റെ മഹത്വത്തെ ദൈവം കീർത്തിക്കാൻ പോവുക. ഇന്ന് പകൽ എനിക്ക് വേണ്ടത് സെക്കരിയാവ് 12 അധ്യായം അല്ല ചാ, എനിക്ക് ഇന്ന് പകൽ വേണ്ടുന്നത് 87 സങ്കീർത്തനമാ. സെക്കരിയാവ് 12 അധ്യായത്തോട് നീ ഗുഡ് ബൈ പറ. 87 സങ്കീർത്തനത്തിലേക്ക് നിന്റെ ജീവിതം നീ കൊണ്ടുപോവാ. നിന്റെ കീർത്തികൾ മറ്റുള്ളവർ ഘോഷിക്കുന്ന ഒരു സമയം വരും. സിയോനെ, നീ മറ്റുള്ളവർക്ക് ഒരു ഉറവയായി മാറാൻ പോകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് കരം അടിച്ച് ദൈവത്തിന് നന്ദി പറ. എല്ലാവരും നന്ദി പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിനകത്ത് ഇന്ന് നീ മറ്റുള്ളവർക്ക് ഭാരമാ. നിന്നെ എങ്ങനെ പഠിപ്പിക്കുന്നു നിന്റെ അപ്പൻ ചിന്തിക്കുന്നു, നിന്നെ എങ്ങനെ നടത്തുമെന്ന് നിന്റെ മാതാവ് ചിന്തിക്കുന്നു, നിന്റെ ഭാവി എങ്ങനാന്ന് അവർ ഭാരം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ നിന്നെ കുറിച്ച് അവർക്കൊരു ഭാരമുണ്ട്. പക്ഷെ എല്ലാ നാളും ആ ഭാരം തുടരാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാ നാളും ആ ഭാരം തുടരാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കീർത്തികൾ നാട്ടുകാർ ഘോഷിക്കുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ചുമന്നവരെല്ലാം മുറിവേറ്റവരാ. ഒരുപക്ഷെ ഇന്ന് പകൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനത്തിന്റെ ദൂത് ഞാൻ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ മുടന്തനും പറയും, പാസ്റ്റേ ഇത് സിയോന്റെ അനുഭവം അല്ല പാസ്റ്റർ, ഇത് എൻ്റെ അനുഭവമാണ്. എന്നെ മറ്റുള്ളവർ ചുമന്നൊരു സമയമുണ്ട്. ഉടനം പറയുക, എന്നെ മറ്റുള്ളവർ ചുമന്ന് ആലയത്തിൽ കൊണ്ടുവെക്കുന്നൊരു സമയമുണ്ട്. എന്നെ മറ്റുള്ളവർ ചുമന്ന ആലയത്തിന്റെ ഫ്രണ്ടേ, ആലയത്തിന്റെ പേരെന്നാ മാമമാരെ? സുന്ദരം എന്ന ദൈവാലയ ഗോപുരം. പേരൊക്കെ ഭയങ്കര സുന്ദരമാണ്. പക്ഷെ ഒരുത്തനെ ചുമന്നാ മറ്റുള്ളവർ കൊണ്ടുവെക്കുന്നേ. നിന്നെ ചുമന്നാ മറ്റുള്ളവർ കൊണ്ടുവെക്കുന്നേ. രക്തം ക്ഷയമെടുക്കുന്നു. നിന്നെ ഇങ്ങനെ ചുമക്കുന്നവൻ മനസ്സ് പ്രാഗിക്കൊണ്ടാ നിന്നെ ചുമക്കുന്നത്. എല്ലാ ദിവസവും അവൻ ചുമന്നുകൊണ്ട് വെക്കും. പക്ഷെ ഒരു ദിവസമേ സ്തോത്രം, ഇനി അവന് മറ്റുള്ളവർക്ക് ചുമക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ മരിയാണി ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കീർത്തി അവന്റെ നടുവിൽ വെളിപ്പെട്ടു വന്നെന്ന്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പറ, എന്നെ എല്ലാ നാളും മറ്റുള്ളവർ ചുമക്കത്തില്ല, എല്ലാ നാളും മറ്റുള്ളവർക്ക് ഞാൻ മുറിവായി തീരത്തില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരുന്നുണ്ട്. നീ നിമിത്തം മറ്റുള്ളവർ മുറിവേൽക്കുന്ന സമയം കഴിയാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പറ, മറ്റുള്ളവർക്ക് ഞാനൊരു കീർത്തിയായി മാറാൻ പോകുന്നു. സെക്കരിയാവ് 12 അല്ല എനിക്ക് വേണ്ടുന്നത്, എനിക്ക് 87-ാം സങ്കീർത്തനത്തിന്റെ ദൂതായി ഇന്ന് പകൽ ആവശ്യം. പറ, മറ്റുള്ളവർക്ക് ഞാനൊരു കീർത്തിയായി മാറാൻ പോകുകയാണ്. ചോദിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഞാൻ മറ്റുള്ളവർക്ക് ഒരു കീർത്തിയായി മാറാൻ പോകുകയാണ്. ഈ വാക്യം 2 നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്കണം കേട്ടോ. സിയോൻ മുറിവേറ്റൊരു സമയം, സിയോനെ ചുമക്കുന്നവർ കരിങ്കല്ല് ചുമക്കുന്നത് പോലൊരു അനുഭവം, മറ്റുള്ളവർക്ക് ഭാരമായി തീർന്ന സിയോൻ. പക്ഷേ കഴിഞ്ഞ ദിവസം 87 സങ്കീർത്തനം എടുത്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. സിയോൻ ഇപ്പം മുറിവേറ്റതല്ല, സിയോൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതല്ല, സിയോനെ ചുമക്കുന്നവർ കരിങ്കല്ല് ചുമക്കുന്ന പോലൊന്നുമല്ല. 87 സങ്കീർത്തനം പറയുകയാണ്, സിയോനെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പോൾ അത് അവകാശ ഭൂമിയായി മാറുക. ഇന്നു മുതൽ നീ മറ്റുള്ളവർക്ക് ഒരു അവകാശ വിഷയമായി മാറും. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്നൊരു സ്തോത്രം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. 87-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം എന്നിട്ട് പറയുക, എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു, എൻ്റെ ഉറവുകളൊക്കെയും നിന്നിൽ ആകുന്നു. സിയോൻ്റെ ചരിത്രം മാറിയ ഒറ്റ അനുഭവം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. സിയോൻ്റെ ചരിത്രം മാറിയ ഒറ്റ അനുഭവം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം, 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് ഒരു യുദ്ധം ചെയ്യുക. ആ യുദ്ധത്തിനകത്ത് ദാവീദ് സിയോനകത്ത് ചെന്നു, അല്ലെങ്കിൽ സിയോനകത്ത് ചെന്നു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു, എൻ്റെ മൂന്ന് ബൈബിൾ നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സിയോനകത്ത് ദാവീദ് ചെന്നു. ദാവീദ് സിയോനകത്ത് ചെന്നിട്ട് ദാവീദ് സിയോൻ നഗരിയിൽ ഒരു യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിനകത്ത് ദാവീദ് ജയിച്ചു. ദാവീദ് ജയിച്ചപ്പോൾ സിയോൻ നഗരം ദാവീദിന് പിടിക്കാൻ പറ്റി. രാജാവ് എന്ന് പറയുന്ന ദാവീദിന് സിയോൻ നഗരം പിടിക്കാൻ തുടങ്ങി. പിടിച്ച ദാവീദ് അതിൻ്റെ നടുവിൽ ഒരു യാഗപീഠം പണിതു. ചോർന്നൊരു സ്തോത്രം പറയാമോ? കേട്ടില്ല, ഒന്നുകൂടെ പറയാം. യുദ്ധം ചെയ്ത് പട്ടണത്തെ പിടിച്ച ദാവീദ് അതിൻ്റെ നടുവിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠം പണിത ദാവീദ് അടുത്ത് ചെയ്തത് ഈ പട്ടണത്തിനകത്ത് ഒരാലയം പണിതു. സ്തോത്രം. ആലയം പണിതപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഇത് സിയോൻ നഗരമല്ല, ഇനി ഇതിൻ്റെ പേര് യെരൂശലേം എന്നായി മാറാൻ പോകുകയാണ്. സ്തോത്രം. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് പകരം ഞാൻ വിശ്വസിക്കുന്നവരോട് ദൂത് പറയാം, ചില മുറിവേറ്റ സ്ഥലങ്ങൾ നിന്റെ അവകാശമായി മാറണമെങ്കിൽ നീ യുദ്ധം ചെയ്യാൻ തുടങ്ങണം. ഈ ആഴ്ച മൊത്തം പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ്, ഉപവസിക്കുന്ന
ദൈവകുഞ്ഞ്, കരയുന്ന ദൈവകുഞ്ഞ്, വിഷയത്തിനകത്ത് ആത്മാവിൽ യുദ്ധം ചെയ്ത് നിന്റെ ചില മുറിവേറ്റ വിഷയത്തെ നീ അവകാശമാക്കി മാറ്റണം. എന്നിട്ട് അടുത്ത നീ ചെയ്യേണ്ട കാര്യം അവിടെ ഒരു യാഗപീഠം പണിയണം. എന്താ മാമേ എന്താ യാഗപീഠം? യാഗപീഠം ആരാധനയുടെ ലക്ഷണമാണ്. യുദ്ധം ചെയ്ത് വിഷയത്തെ ജയിച്ച നീ ആ സന്നിധിയിൽ ആരാധിക്കാൻ തുടങ്ങണം. ആരാധിച്ച നീ അടുത്ത ചെയ്യേണ്ട കാര്യം ആ ആരാധന മധ്യത്തിൽ നീ ഒരു ആലയം പണിയണം. ഇമേൻ യെരുശലേമിന്റെ നടുവിൽ ദാവീദ് ഒരു ആലയം പണിയാൻ തുടങ്ങി. ആലയം പണിതപ്പോ ദാവീദിനെ നോക്കി ദൈവം പറയുക, ഇനി ഇത് സിയോൻ എന്ന് പറയുന്ന മുറിവേറ്റ നഗരമല്ല, ഇതിന്റെ പേര് ഞാൻ മാറ്റുന്നു, ഇതിനെ ഞാൻ യെരുശലേമാക്കി മാറ്റാൻ പോകുകയാണ്. ചേർന്നൊരു ശക്തിയോട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ യുദ്ധം ചെയ്ത് ആ യാഗപീഠം ഉയർത്തി നീ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആലയം പണിതാൽ പിന്നെ നിന്റെ വീട് മാറും, നിന്റെ രീതി മാറും, നിന്റെ ശൈലികൾ മാറും. ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് ഇറങ്ങി വരാൻ പോകുകയാണ്. ദാവീദ് യുദ്ധം ചെയ്ത് ആ വിഷയത്തെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ അതിനെ തോൽപ്പിച്ചു. അവിടം ദൈവത്തിന്റെ അവകാശമായി മാറുകയാണ്. ഇവിടെ അവകാശമായി മാറിയതിന് ശേഷം 87-ന്റെ 7-ാമത്തെ വാക്യം പറയുന്നു, ഇതിപ്പോൾ അവകാശമായതുകൊണ്ട് മുറിവേറ്റ സ്ഥലമല്ല, ഇനി എൻ്റെ ഉറവകൾ അതിനകത്തും. എൻ്റെ ഉറവകൾ, എൻ്റെ ഉറവകൾ, എൻ്റെ ഉറവകൾ. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ കരമൊക്കെ തൊട്ടിപ്പറ. വിശ്വസിക്കുന്നെങ്കിൽ ഈ ആഴ്ച ഉറവ വെളിപ്പെട്ടു വരൂ എന്ന് പറ. എൻ്റെ ഉറവ ഈ ആഴ്ച. സ്തോത്രം. ഈ ആഴ്ച ഇത്രയും നേരം കേട്ട വചനത്തിൻ്റെ പുറത്താണ് ഞാൻ പറയണേ. എൻ്റെ ഉറവ. നീ യുദ്ധം ചെയ്ത്, നീ യാഗപീഠം ഉയർത്തി, നീ ആലയം പണിത സ്ഥലത്ത് നിന്റെ ഉറവകൾ വെളിപ്പെട്ടു വരും. സ്തോത്രം. വേദപുസ്തകത്തിൽ 4 ഉറവ വിശദീകരിക്കുന്നില്ല. ഇരമ്യാവ് 2:13 പറയുന്നു, എൻ്റെ ജനം ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. അപ്പം ദൈവം ഒരു ഉറവയാച്ച. ദൈവം ഒരു ഉറവയാണ്. സ്തോത്രം. ജീവജലത്തിൻ്റെ ഉറവ. ഇരമ്യാവ് 2:13 പറയുന്നു, എൻ്റെ ജനം ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ വിശ്വസിക്കാമെങ്കിൽ ഞാൻ പറയാം, ദൈവം നിന്റെ ഉറവയായി മാറാൻ പോവുകയാണ്. സ്തോത്രം. ദൈവം നിന്റെ ഉറവയായി മാറാൻ പോകുകയാണ്. യേശയ്യാവ് 12:3 പറയുന്നു, രക്ഷയ്ക്കൊരു ഉറവയുണ്ട്, രക്ഷയുടെ ഉറവ. രക്ഷയില്ലാതെ അസ്വസ്ഥമായി കിടന്ന, രക്ഷിക്കപ്പെടാതിരുന്ന നിന്റെ കാലഘട്ടത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, രക്ഷ നിന്റെ ഉറവയായി മാറാൻ പോകുകയാണ്. സെക്കരിയാവ് 13:1 പറയുന്നു, പാപപരിഹാരത്തിന് വേണ്ടി എനിക്കൊരു ഉറവയുണ്ട്. ഞാൻ ഈ വാക്കൊക്കെ പറയുമ്പോൾ മനസ്സിൻ്റെ മാംസപ്പലകിൽ എത്ര പേര് ഈ വാക്യം കൂറി വെക്കുന്നത് എനിക്കറിയില്ല. 1, നിനക്ക് യേശു ഒരു ജീവ ഉറവയായി മാറും. 2, നിനക്കൊരു രക്ഷയുടെ ഉറവ വെളിപ്പെട്ട് വരും. 3, നിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഇതാ രക്തമൂറ്റിത്തരുന്ന ഒരു ഉറവ. സെക്കരിയാവ് 13:1 പറയുന്നു, പാപപരിഹാരത്തിന് വേണ്ടി അവൻ എനിക്ക് ഒരു ഉറവ തുറക്കാൻ പോകുകയാണ്. സങ്കീർത്തനം 36:8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ജീവന്റെ ഉറവയായ ആലയത്തിൽ നിന്നും, ജീവന്റെ ഉറവയായ ആലയത്തിൽ നിന്നും. അങ്ങനാണെങ്കിൽ എൻ്റെ ഉറവ വെളിപ്പെട്ടു വരുന്ന സ്ഥലം ഇനി ആലയമാ. ഈ സഭ ആരാധനയ്ക്കകത്ത് എനിക്കുള്ള ഉറവകൾ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവത്തിൻ്റെ മക്കളുണ്ട്? എനിക്കുള്ള ഉറവകൾ. ആമേൻ. അങ്ങനാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും അതിനുവേണ്ടി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. നീ മുറിവേറ്റവൻ, വലിയ കരിങ്കല്ല് ചുമക്കുന്നത് പോലെ നിന്നെ മറ്റുള്ളവർ ചുമന്നവർ, ഇന്ന് പകരം അതിനെ കുരി കഴിച്ചു മാറ്റിയിട്ട് ദൈവം നിനക്കുള്ള ഉറവകൾ വെളിപ്പെടുത്താൻ പോകുക. ഒരു പാസ്റ്റർ എന്ന രീതിയിൽ ഈ പറഞ്ഞ വാക്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം എല്ലാ ദൈവമക്കൾ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ വാക്യത്തിലേക്ക് കരമുയർത്തിപ്പറ, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. എല്ലാവരും സ്ക്രീനെ നോക്കി കരമുയർത്തി വിശ്വാസമുള്ളവർ പറ. വിമർശിക്കുന്നവരൊന്നും പറയണ്ട, വിശ്വസിക്കുന്നവരൊക്കെ പറ, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുകയാ. ആവർത്തിച്ചു പറ, നിന്റെ പക്കൽ. ആ വാക്യം മനസ്സിനകത്ത് പതിയട്ടെ. നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. ജീവന്റെ ഉറവ. ഈ ഉറവയുള്ളവരാച്ച ലാസറിന്റെ കല്ലറയ്ക്ക് പുറത്തു വന്നപ്പോൾ മരണം വ്യാപരിച്ച ലാസറിന്റെ കല്ലറയ്ക്ക് പുറത്തുനിന്നുണ്ട് ഒരുത്തൻ ജീവന്റെ ഉറവയായവൻ പറയുക, ലാസറെ നീ പുറത്തു വരിക. മറ്റുള്ളവർ ആശങ്കപ്പെട്ടിട്ട് ചോദിക്കുക, ഇവൻ എന്നാ ഈ പറയുന്നേ? ആമേൻ. സ്തോത്രം. മരിച്ചവൻ എങ്ങനെ പുറത്തു വരുന്നേ? ഈ വാക്യം അതിന് ആധാരം. നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. നിന്റെ വിഷയം മരിച്ച് മൺമറഞ്ഞു പോയതോ പെട്ടിക്കകത്ത് കയറിയതോ ആണെങ്കിലും അഭിഷേകമുള്ളവർ ആത്മാവിൽ ഇന്ന് പകൽ വിശ്വസിച്ചിട്ട് പറയണോ, എൻ്റെ ജീവന്റെ ഉറവ നിന്റെ പക്കൽ ഇരിക്കുന്ന കാരണത്താൽ മരിച്ച് മൺമറഞ്ഞു പോയി പെട്ടിക്കകത്ത് കയറി നാറ്റും പവിച്ചും 4 നാളായ വിഷയമാണെങ്കിലും ഇന്ന് പകൽ ഉറവ വെളിപ്പെട്ടു വരുമ്പോൾ ജീവന്റെ ഉറവിടം എൻ്റെ ക്രിസ്തുവാണെന്ന് പറയുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. ജീവന്റെ ഉറവിടം എൻ്റെ ക്രിസ്തുവാണെന്ന് പറയുന്നവരെല്ലാ കണ്ണുകളും അടച്ചിട്ട്, എല്ലാ കണ്ണുകളും അടച്ചിട്ട് ഈ സമയങ്ങൾ ദൈവാത്മാവ് നമുക്ക് വേണ്ടിയുള്ള ഉറവകൾ, ഈ അവസാനത്തെ 2 മിനിറ്റിന്റെ പ്രാർത്ഥനയായത്, ഈ ലാസ്റ്റ് 2 മിനിറ്റിനകത്ത് നിനക്കുള്ള ഉറവകൾ തുറന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. അത് പ്രാർത്ഥിക്കാതെ ഇന്ന് പകൽ യോഗം കഴിഞ്ഞ്
നീ പോകരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എനിക്കുള്ള രക്ഷയുടെ ഉറവ തുറന്നു വരേണോ, എനിക്കുള്ള പാപ പരിഹാരത്തിന്റെ ഉറവകൾ തുറന്നു വരേണോ, എനിക്കുള്ള ജീവജല നദിയുടെ ഉറവകൾ തുറന്നു വരേണം. Lord the Holy Spirit, Lord the Holy Spirit, Lord the Holy Spirit, Lord the Holy Spirit. Amen. യോഹന്നാൻ 4-ാം അധ്യായത്തിനകത്ത് ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുക. യേശു അവളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് ഇത്തിരി വെള്ളം തരാമോ? അവൾ പറഞ്ഞു, ആമേൻ സ്തോത്രം, യജമാനനെ ഞാൻ ആരാന്നറിയാമോ? ഞാൻ ഏറ്റവും താഴ്ന്ന തട്ടിൽ. നീ ആരാ? നീ ഒരു യജമാനനാ, നിനക്ക് എന്നിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയത്തില്ല. യേശു തിരിച്ചടുത്ത വാക്ക് പറയുകയാണ്, സ്തോത്രം, നീ ഞാൻ ആരാണെന്നോ, നിന്നോട് വെള്ളം ചോദിക്കുന്ന ഞാൻ ആരാണെന്നോ നീ അറിഞ്ഞിരുന്നു എങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ജീവജലത്തിന്റെ നദികൾ ഞാൻ നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അവൾ അതുവരെ കേട്ടിട്ടില്ല, അവൾ അതുവരെ കേട്ടാത്തൊരു സംഗതി. ആമേൻ. ഇവൾ ചോദിക്കുക, എന്തുവാ നീ പറഞ്ഞത്? ജീവജലത്തിന്റെ നദിയോ? ഞാൻ ഇതുവരെ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഞാൻ ഈ കുടത്തിനകത്ത് ചുമന്നു കൊണ്ടുപോകുന്ന വെള്ളം ഉണ്ടല്ലോ, ഞാനത് ചുമന്നു കൊണ്ടുപോകും. ദാഹിക്കുമ്പോഴെല്ലാം ഞാൻ ഈ വെള്ളം കുടിക്കും. ഈ വെള്ളം കൊണ്ട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നടത്തും. പക്ഷെ ഈ വെള്ളം തീരുമ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വരും. ഈ വെള്ളം ഞാൻ വീണ്ടും കോരി ഇങ്ങനെ തന്നെയും പിന്നെയും എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. തീരുമ്പം വരും, കോരും കൊണ്ടുപോകും, വീട്ടിനകത്തെത്തും. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും ആമൻ ദാഹിക്കും, വീണ്ടും ഞാൻ ഇവിടെ വരും, വെള്ളം കോരും, കൊണ്ടുപോകും. ഇങ്ങനെ തന്നെയും പിന്നെയും ഞാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ആ അധ്വാനത്തിന്റെ നടുവിൽ ജീവന്റെ ഉറവയായവൻ അവനോട് പറയുക, ഞാൻ ആരാണെന്ന് നിന്നോട് വെള്ളം ചോദിക്കുന്ന ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ജീവജലത്തിന്റെ നദികൾ ഞാൻ നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഇത് കേട്ടപ്പോഴേ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ദൈവിക വെളിപ്പാടിൽ അവർ പറയുക, അങ്ങനാണെങ്കിൽ യജമാനനെ എനിക്ക് ആ വെള്ളം വേണം, എനിക്ക് ആ വെള്ളം വേണം. ഞാൻ പറയാ, കേവല ശമരിയക്കാരിത്തി സ്ത്രീയുടെ അകത്ത് ജീവന്റെ ഉറവയായവൻ വന്നപ്പോൾ അവളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറി. അവൾക്കുള്ള ഉറവകൾ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ, അവൾ മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് സംസാരിപ്പാൻ തുടങ്ങിയെങ്കിൽ, കേവല ശമരിയക്കാരിത്തിയുടെ ജീവിതത്തിന്റെ കെട്ടുകൾ അടിയാൻ തുടങ്ങിയെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ നിന്റെ നടുവിൽ ആളത്വമായി ഇറങ്ങി നിൽക്കുന്നവൻ ജീവത്തിന്റെ ഉറവിടമായ ക്രിസ്തുവാണ്. ആ കർത്താവ് നിന്റെ അകത്തിരിക്കുമ്പോ നീ എന്തിനാ ഇങ്ങനെ ട്രൈനസ് വ്യാപരിക്കുന്നേ? ആ അകത്തിരിക്കുന്നവൻ നിന്റെ അകത്തിരിക്കുമ്പോ നീ എന്തിനാ ഇങ്ങനെ ട്രൈനസ് ജീവിക്കുന്നേ? പറ, എനിക്കുള്ള ഉറവകൾ ഈ ആഴ്ച തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉടപരം ശാഖപരം ഭാനകസ്തനം ശമാനകസ്തനം ഭേനകസ്തനം ശാപനം ഭേനകസി. ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പ്രാർത്ഥിച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ലാസ്റ്റ് 1 മിനിറ്റ് പ്രയർ. എല്ലാവരും പ്രാർത്ഥിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കണ്ണടച്ചിരിക്കുമ്പോൾ ഞാനൊരു വാക്യം പറയാച്ചാ. സദൃശവാക്യം 8:24 പറയുക. സദൃശവാക്യം 8:24 പറയുക. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളം നിറഞ്ഞ ഉറവകൾ ഇല്ലാതിരുന്നപ്പോൾ എന്റെ ജനനം. സദൃശവാക്യം 8:24 ഇരിക്കുന്ന ചിലരുടെ അനുഭവമാ. സദൃശവാക്യം 8:24 ഇരിക്കുന്ന ചിലരുടെ അനുഭവമാ. ചിലര് പറയുന്നുണ്ട്, സദൃശവാക്യം 8:24 പോലെ നനഞ്ഞ സ്ഥലത്തിലല്ല ഞാൻ ജനിച്ചത്. പിന്നെ ഈ സദൃശവാക്യത്തിനകത്ത് പറയുക, ഉറവകൾ ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്, ഉറവകൾ ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പക്ഷെ ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരുന്നപ്പോ നീ ജനിച്ച വീട് ഉറവയില്ലാതിരുന്ന വീടാ. നീ ജനിച്ച സ്ഥലം മതം, നീ ജനിച്ച സ്ഥലം, നീ ജനിച്ച മതം, നീ ജനിച്ച വിശ്വാസം ഉറവയില്ലാതിരുന്ന സ്ഥലമാ. പക്ഷെ ഇന്ന് പകൽ വിശ്വാസമുള്ളവർ പറയുക, ഇപ്പൊ എനിക്കൊരു ഉറവയുണ്ട്. ജീവന്റെ ഉറവിടമായ കർത്താവ്, ജീവന്റെ ഉറവിടമായ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ജീവന്റെ ഉറവിടമായ കർത്താവ്, ജീവന്റെ ഉറവിടമായ കർത്താവ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവന്റെ ഉറവിടമായ കർത്താവ് ചിലർക്ക് വേണ്ടി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. രക്ഷയുടെ ഉറവ അറബനം ശാമനം ഭാരകസനം ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാലവനെ ഘോഷിക്കാം. അവനത്രേ താപഹരൻ, ജീവനാലെ വീണ്ടെടുത്തു. അവനത്രേ താപഹരൻ, ജീവനാലെ വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ കടലെഴുതി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിലെനിക്കവൻ കടലെഴുതി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്നെ കണ്ണൂരിൽ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്നെ കണ്ണൂരിൽ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവ
നാവിനാലവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാലവനെ നാം